ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഈവനിങ് സ്നാക്കുമായിട്ടൊക്കെ വന്നേക്കുവാണ്. നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബ്രെഡ് ഉണ്ടെങ്കിൽ മടിക്കേ വേണ്ട, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 8-10 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 2 ഞാൻ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുവാണ് നമ്മുടെ ക്രംസിന് വേണ്ടിയിട്ട്. ബാക്കി ഞാൻ ഇതുപോലെ സൈഡ് കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇങ്ങനെ 4 പാടും കട്ട് ചെയ്ത് മാറ്റിയിട്ട് എടുക്കുക. അപ്പം ഇത് നമ്മൾ ഓരോന്നും ചെയ്യേണ്ട. ഈ കട്ട് ചെയ്യുന്ന സാധനം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കാം. ഫില്ലിങ്ങിന് വേണ്ടി ഞാനൊരു വലിയ സബോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും ഇത്രയും മാത്രമേ ഞാൻ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. വേറെ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യണില്ല, അല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ഫില്ലിങ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് ഞാൻ എപ്പോഴും ഇടും, ഇപ്പോൾ കൂടിപ്പോൾ എപ്പോഴും വിചാരിക്കും കുറച്ചിടണം. പക്ഷെ ഞാനിടുമ്പോൾ ഭയങ്കരമായിട്ട് കൂടിപ്പോകാറുണ്ട് എന്തായാലും. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. സവാള ഒന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി ഇട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് ഉപ്പെല്ലാം മിക്സ് ചെയ്യുന്ന ഭാഗത്തിനൊന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മുടെ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഈ എണ്ണയിൽ തന്നെ ഇട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഈ എണ്ണയിൽ തന്നെ നമ്മുടെ ഈ ഉള്ളിനെ വേവിച്ചെടുക്കുവാണ്. പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നന്നായിട്ടിട്ട് വഴറ്റി കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കൈ എടുത്തു കഴിഞ്ഞാൽ അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല ഇട്ടെടുക്കുക. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു നുള്ള് കുരുമുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മൂപ്പിച്ചിട്ട് വേണം ഇതിലൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ മൂപ്പിച്ച് വെച്ചേക്കാനാണെങ്കിൽ മൂപ്പിക്കൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്, മൂപ്പിച്ച് വെച്ചതല്ല, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മുടെ അരപ്പ് റെഡി ആയിട്ട്, നമ്മുടെ ഫില്ലിങ് കറക്റ്റ് പോർഷനായിട്ട് റെഡി ആയിട്ട് കിട്ടും. ഞാനിതിൽ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് കേട്ടോ, ഒരുപാടൊന്നുമില്ല, ഒരു നുള്ള് ഗരം മസാല. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. ഇടണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പം അതൊന്ന് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ എണ്ണയിലാണ് നമ്മുടെ സവാള വഴറ്റിയെടുത്തേക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. നമ്മുടെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ ഗരം മസാലയിലെ പച്ചപ്പും ഈ അരപ്പിൻ്റെ പച്ചപ്പും ഒന്ന് മാറ്റുന്ന രീതിക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഇതൊന്ന് ചൂടായിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം മതി കേട്ടോ നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇത് തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് ഇതിനൊന്ന് റെഡിയാക്കാം. ഞാനൊരു ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ വെള്ളം മൊത്തവും കളയണം കേട്ടോ. നന്നായിട്ട് വെള്ളം കളയണമെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഫില്ലിങ് വെച്ചിട്ട് ഈ ബ്രെഡിനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. മൊത്തവും വെള്ളം കളയണം. ഇച്ചിരി വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടും ഉരുണ്ട് വരത്തില്ല. പിന്നെ വെള്ളം ഇരുന്നിട്ടൊരു വല്ലാത്തൊരു ടെക്സ്ചർ ആവും. അത് വെള്ളമൊക്കെ വന്നിട്ട് ഒരു വൃത്തിയില്ലാണ്ടായി പോകുന്നത്. നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളയുക. അതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലോട്ടൊക്കെ ഒന്ന് മുക്കിയെടുക്കുക. എല്ലാം ഇതുമാതിരി ഒന്ന് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ തന്നെയാണ് മൂപ്പിച്ചെടുത്തേക്കുന്നത്. നമ്മുടെ പാനിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഓരോ സൈഡ് നമ്മൾ തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരുപാട് എണ്ണയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് കിട്ടുന്നതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ബ്രെഡൊക്കെ ആകുമ്പോൾ ഒരുപാട് എണ്ണ നിന്നിട്ട് അത് അത്ര വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെളിച്ചെണ്ണ തന്നെ മുരിച്ചെടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് സൺഫ്ലവർ ഓയിലൊക്കെ മുരിച്ചെടുക്കാം.
അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മുടെ ചായയൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും മാത്രമേ ഇനിയും നമുക്ക് വീഡിയോ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വിഭവമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. ബൈ ബൈ.